നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നമ്മുടെ ശ്രീനിവാസൻ കടന്നു പോകുന്നു. ആൾക്കൂട്ടത്തെ അത്രയേറെ ഇഷ്ടപ്പെട്ടിരുന്നില്ല ശ്രീനി. ഏറ്റവും ഇഷ്ടമുള്ളവരുമായി ഒരുപാട് നേരം സംസാരിച്ചിരിക്കാൻ ശ്രീനിവാസന് ഒത്തിരി ഇഷ്ടം. ശ്രീനിവാസനെക്കുറിച്ചുള്ള ഓർമ്മകളുടെ കഥ പറയുകയാണ് മലയാള സിനിമാ ലോകം. അതിനപ്പുറം കേരളത്തിലെ ശ്രീനിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ജീവിതത്തിൽ ശ്രീനിക്കൊപ്പമുണ്ടായിരുന്നവർ അദ്ദേഹത്തെ കണ്ണീരോടെ യാത്രയയക്കുന്നു. കൂടപ്പിറപ്പുകളെ പോലെ അവസാന നിമിഷം വരെ ശ്രീനിവാസന് താങ്ങായി നിന്ന രണ്ട് മനുഷ്യരുണ്ട്. കർഷകനായ മനു ഫിലിപ്പും ഡ്രൈവർ ഷിനോജും. ശ്രീനിവാസന്റെ ജീവിതത്തിലെ കഴിഞ്ഞ 17 വർഷങ്ങൾ ഷിനോജ് എന്ന സാരഥിയുടേതു കൂടിയാണ്. ചിരിയുടെ നാടോടിക്കാറ്റാണ് നമ്മളിൽ നിന്ന് അകന്നു പോകുന്നത്. കാലത്തെ അതിജീവിച്ച എത്രയെത്ര സിനിമകളാണ് നമുക്ക് സമ്മാനിച്ച് ഒടുവിൽ ശ്രീനിവാസൻ ഓർമ്മത്തിരിയിലേക്ക് മാഞ്ഞു പോകുന്നത്. ഇന്ന് രാവിലെ 10 മണിയോടെ ഉദയംപേരൂർ കണ്ടനാട്ടെ വീട്ടിലേക്ക് ജനസഹസ്രമാണ് ഒഴുകിയെത്തിയത്. ഉറ്റവരുടെ കണ്ണീരൊപ്പമായിരുന്നു ഇന്നലെ ശ്രീനിവാസന്റെ അന്ത്യരാത്രി. ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച് ജീവന് തുല്യം സ്നേഹിച്ച ഈ ഭൂമിയോട് വിട പറയുകയാണ് ശ്രീനിവാസൻ. ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിയോടെ എറണാകുളം ടൗൺ ഹാളിലേക്ക് പൊതുദർശനത്തിനായി ശ്രീനിവാസന്റെ മൃതദേഹം കൊണ്ടുവന്നു. ഉച്ചകഴിഞ്ഞ് 3:30 മണിക്കും അണമുറിയാത്ത ജനം. ഒടുവിൽ 4 മണിയോടെ തൃപ്പൂണിത്തറയിലെ കണ്ടനാട്ടെ വീട്ടിലേക്ക് അന്ത്യയാത്ര. ഇന്ന് രാവിലെ 10 മണിവരെ കുടുംബത്തിനും ഉറ്റവർക്കുമൊപ്പം ശ്രീനിവാസൻ നിശബ്ദ ഉറക്കത്തിൽ. 2012 കണ്ടനാട്ടെ ആ സ്ഥലവും വീടുമൊക്കെ ശ്രീനിവാസൻ വാങ്ങുന്നത്. ആദ്യം 40 ഏക്കറിൽ തുടങ്ങിയ വിപ്ലവം പിന്നീട് 102 ഏക്കറായി വളർന്നു. തരിശായി കിടന്ന പാടശേഖരങ്ങൾ ശ്രീനിവാസൻ നല്ല പച്ചപ്പ് നിറഞ്ഞ മനോഹര ഭൂമിയാക്കി. അവിടെല്ലാം മരങ്ങളാൽ മൂടപ്പെട്ട മനോഹരമായ ഒരിടം. ചുറ്റും മരങ്ങൾ നട്ടുപിടിപ്പിച്ച് അതിനൊത്ത നടുവിൽ മനോഹരമായ ഒരു വീട്. സുഹൃത്തുക്കളെ ഒപ്പം കൂട്ടി. അങ്ങനെ തരിശുപാടം പിന്നീട് നല്ല പച്ചപ്പ് പടർന്ന കൃഷിനിലമായി. ജൈവകൃഷിയെക്കുറിച്ച് ശ്രീനിവാസൻ സുഹൃത്തുക്കളോടും കേരളത്തോടും സംസാരിച്ചു. തന്റെ തന്നെ പ്രവർത്തനങ്ങളിലൂടെ അതിന് മാതൃകയായി ശ്രീനിവാസൻ സ്വയം ജീവിച്ചു. സിനിമകളിൽ മാത്രം കാണുന്ന ഒരു കഥാപാത്രം ഭൂമിയിൽ വന്ന് തന്റെ സ്വപ്നങ്ങൾക്കൊപ്പം ജീവിക്കുന്നത് പോലെ ശ്രീനിവാസന്റെ പിന്നീടുള്ള ജീവിതയാത്ര. എന്നാൽ 2017 രോഗം ശ്രീനിവാസനെ തേടിയെത്തുന്നു. സ്വതസിദ്ധ ശൈലിയിൽ ചിരിച്ചുകൊണ്ട് ശ്രീനിവാസൻ രോഗത്തോട് ദൂരെ പോകാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ രോഗം അദ്ദേഹത്തെ വിട്ടൊഴിയുന്നില്ല. ഇന്നലകളിൽ ശ്രീനിവാസന്റെ ജീവിതത്തിലുണ്ടായ ചില ശീലങ്ങൾ, അതാണ് രോഗത്തിന്റെ രൂപത്തിൽ ശ്രീനിവാസനെ പിന്നീട് വേട്ടയാടിയത്. 2019 ഒരു ദേഹാസ്വാസ്ഥ്യം. VM വിനു സംവിധാനം ചെയ്ത കുട്ടിമാമ എന്ന ചിത്രത്തിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ബോധം പറഞ്ഞു. സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ എനിക്ക് ബോധം നഷ്ടപ്പെട്ടു. പിന്നീട് ഏറെ നേരം കഴിഞ്ഞാണ് ബോധം തിരിച്ചു കിട്ടിയത്, എൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയത് എന്ന് ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും മരിച്ചു പോകാം. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, മരിക്കാൻ പ്രത്യേകിച്ച് കഴിവൊന്നും വേണ്ട. ബോധം പോയ ആ ഘട്ടം തന്നെയാണ് മരണത്തിൻ്റെ അടയാളം. ചില ആൾക്കാർ ഇത് വലിയ സംഭവമായി എടുക്കുമല്ലോ. അതിൻ്റെയൊന്നും കാര്യമില്ല. മരണമെന്ന് പറയുന്നത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു നിസ്സാര കാര്യം മാത്രമാണ്. മരണത്തെ നമ്മൾ പർവ്വതീകരിച്ചിട്ട് വലിയൊരു സംഭവമാണ് എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. മരണത്തെക്കുറിച്ചും രോഗത്തെക്കുറിച്ചുമൊക്കെ ശ്രീനിവാസന്റെ അഭിപ്രായം ഇങ്ങനെ. മരണത്തെ വരെ ട്രോളിയ ശ്രീനിവാസൻ എന്നും സെൽഫ് ട്രോളുകളുടെ ചങ്ങാതിയായിരുന്നു. ഒരുപക്ഷെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ കേൾക്കുന്ന ട്രോളുകൾ കേരളത്തിൽ പിറന്നത് ശ്രീനിവാസന്റെ ചുണ്ടിലൂടെ തന്നെ. സിനിമയ്ക്കകത്തു മാത്രമല്ല, സിനിമയ്ക്ക് പുറത്തും സുഹൃത്തുക്കളെ ശ്രീനിവാസൻ ട്രോളും. ശ്രീനി എഴുതിയ തിരക്കഥകളിൽ തനിക്കായി എഴുതിയ മിക്ക വേഷങ്ങളും സെൽഫ് ട്രോളുകൾ തന്നെയായിരുന്നു. സ്വന്തം രൂപത്തെ, നിറത്തെ, ഭാവത്തെ, സംസാര ശൈലിയെ ഒക്കെ അദ്ദേഹം ട്രോളി. നാടോടിക്കാറ്റും പട്ടണപ്രവേശവും തലയണമന്ത്രവും ഉദയനാണ് താരവുമൊക്കെ അദ്ദേഹം സ്വയം ട്രോളിയ അനേക ചിത്രങ്ങളിൽ ചിലത് മാത്രം. എന്നാൽ അഴകിയ രാവണനിലും പിന്നീട് ഡോക്ടർ സരോജ് കുമാറിലും അദ്ദേഹം സൂപ്പർ താരങ്ങളെ ട്രോളി പണ്ടാരമടക്കി. അതിൻ്റെ പേരിൽ മോഹൻലാൽ ശ്രീനിവാസനോട് പിണങ്ങിയ കഥ നമുക്കറിയാം. എന്നാൽ എല്ലാ പിണക്കങ്ങളും മാറ്റിവെച്ച് ഇന്നലെ മോഹൻലാലും മമ്മൂട്ടിയുമൊക്കെ ശ്രീനിവാസന്റെ അടുക്കലെത്തുമ്പോൾ അവരുടെ മുഖത്തെ ആ ഭാവം. ഇന്നലെ രാത്രി മോഹൻലാൽ ഉറങ്ങിയില്ല എന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. ലാൽ അത്രയേറെ തളർന്നുപോയി. തൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് വിട്ടൊഴിഞ്ഞ് ഈ ലോകത്ത് നിന്ന് കടന്നു പോകുന്നത് എന്ന് അടുത്ത സുഹൃത്തുക്കളോട് ലാൽ പറഞ്ഞു. അത്രയേറെ ആത്മബന്ധം ഇരുവർക്കിടയിലുമുണ്ടായിരുന്നു. ഇണങ്ങിയും പിണങ്ങിയുമൊക്കെയാണ് ശ്രീനിവാസൻ മോഹൻലാലിനോടും മമ്മൂട്ടിയോടുമൊക്കെ ആ സൗഹൃദം സൂക്ഷിച്ചത്. ജീവിതത്തിൽ എത്രയെത്ര നല്ല ബന്ധങ്ങളും അനുഭവങ്ങളും. ശ്രീനിവാസൻ എന്ന മനുഷ്യനെ വേറിട്ട് നിർത്തുന്നത് ഇത്തരമൊരു ജീവിതം തന്നെ. ക്യാൻസറിനെ തുടർന്ന് വളരെ ശ്രദ്ധിച്ചു വേണം മമ്മൂട്ടിയുടെ ഇടപെടലുകളെന്ന് സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളുമൊക്കെ മമ്മൂട്ടിയെ ഇപ്പോൾ എപ്പോഴും ഓർമ്മിപ്പിക്കും.
അതുകൊണ്ട് തന്നെ ഇന്നലെ ശ്രീനിവാസൻ്റെ മൃതദേഹം കാണാനായി അങ്ങോട്ടേക്ക് പോകാനൊരുങ്ങുമ്പോൾ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും മമ്മൂട്ടിയെ ഉപദേശിച്ചു. ഒരുപാട് വലിയ ആൾക്കൂട്ടമാണ് അവിടെ. ആൾക്കൂട്ടവും തിരക്കുമൊക്കെ കുറവുള്ള സമയം നോക്കി നമുക്കൊന്ന് ഓടിച്ചെന്ന് മടങ്ങിപ്പോന്നാൽ പോരെ. എന്നാൽ മമ്മൂട്ടി സമ്മതിച്ചില്ല. ശ്രീനിയാണ് കടന്നു പോകുന്നത്. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഒന്നുമില്ലായ്മയിൽ അവൻ എനിക്കൊപ്പമുണ്ടായിരുന്നു. ഞങ്ങൾ ഒരു മുറിയിൽ സിനിമ സ്വപ്നം കണ്ട് ജീവിച്ചവരാണ്. ആദ്യമായൊരു സിനിമയിൽ എനിക്ക് പ്രതിഫലം തന്നത് അവനാണ്. പിന്നീട് ശ്രീനിയും ഞാനും തമ്മിലുള്ള ബന്ധം അത് ഇന്നത്തെ തലമുറയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ശ്രീനിവാസനെ കണ്ട് തിരികെ വീട്ടിലെത്തിയ മമ്മൂട്ടി ഇന്നലെ പൊട്ടിക്കരഞ്ഞുവെന്നാണ് മമ്മൂട്ടിയുടെ അടുത്ത സുഹൃത്തുക്കൾ പറയുന്നത്. അത്രയേറെ അദ്ദേഹം തളർന്നുപോയി. 2 മഹാനടന്മാർ, അവർ ഇരുവരും കണ്ണു നിറഞ്ഞ് ശ്രീനിവാസനെ യാത്രയയക്കുന്നു. എല്ലാവരെയും ട്രോളുന്ന ശ്രീനിവാസൻ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഒക്കെ ഇഷ്ടം പോലെ ട്രോളിയിട്ടുണ്ട്. എന്നാൽ അവർക്കൊക്കെ ഇടയിലുള്ള ബന്ധം അതെല്ലാ ട്രോളുകൾക്കും അപ്പുറം സ്നേഹത്തിൻ്റെ കടലാഴമുള്ളതാണ്. സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ കാണുന്ന ചില പദപ്രയോഗങ്ങളുണ്ട്. നന്മ നിറഞ്ഞവൻ ശ്രീനിവാസൻ. ശ്രീനിവാസൻ്റെ ജീവിതമാണ് ചിലരൊക്കെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീനിവാസനെ കാണാൻ ഒഴുകിയെത്തിയവരിൽ കർഷകരുണ്ട്, സിനിമാ പ്രവർത്തകരുണ്ട്, സാധാരണ മനുഷ്യരുണ്ട്, രാഷ്ട്രീയ നേതാക്കളുണ്ട്. ആക്ഷേപഹാസ്യങ്ങളുടെ ഒരുപാട് സന്ദേശം ബാക്കിയാക്കിയാണ് ഇപ്പോൾ ശ്രീനിവാസൻ കടന്നു പോകുന്നത്. എൻ്റെ ബാല്യകാലത്തിൽ ഞാൻ കണ്ട ചില സൗഹൃദങ്ങളാണ് സിനിമയിലേക്ക് വരാനും അച്ഛനെ പോലെ മേഖലയിൽ പ്രവർത്തിക്കാനും എന്നെ പ്രേരിപ്പിച്ചത്. പറയുന്നത് കല്യാണി പ്രിയദർശൻ. അച്ഛൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു ശ്രീനിവാസൻ. അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ടാണ് വളർന്നത്. ഈ സിനിമകൾ എപ്പോഴും എൻ്റെ ചുറ്റിലുണ്ടായിരുന്നു. തമിഴിലെ പ്രശസ്ത നടൻ സൂര്യ ഇന്ന് രാവിലെ ശ്രീനിവാസനെ കാണാനെത്തി. ശ്രീനിവാസൻ ഇനി നമുക്കൊപ്പമില്ല എന്നത് തന്നെ ഞെട്ടിച്ചുവെന്നാണ് രജനീകാന്ത് പറഞ്ഞത്. ശബ്ദ സന്ദേശത്തിലൂടെ രജനീകാന്ത് ശ്രീനിവാസന് ആദരമർപ്പിച്ചു. എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീനിവാസൻ ഇനിയില്ല എന്ന വാർത്ത ഞെട്ടിച്ചു. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എൻ്റെ സഹപാഠിയായിരുന്നു അദ്ദേഹം. മികച്ച നടനും നല്ലൊരു മനുഷ്യനും. ഫേസ്ബുക്കിലൂടെ കമലഹാസൻ ശ്രീനിവാസനെ ഓർമ്മിച്ചു. ചില കലാകാരന്മാർ നമ്മെ രസിപ്പിക്കും, ചിലർ പ്രബുദ്ധരാക്കും, ചിലരാകട്ടെ പ്രകോപിപ്പിക്കും. ശ്രീനിവാസൻ ഇതെല്ലാം ചെയ്തു. അതുല്യ കലാകാരന് എൻ്റെ ആദരം. തൻ്റെ ജന്മദിനത്തിൽ തന്നെ അച്ഛൻ്റെ വേർപാട് ധ്യാൻ ശ്രീനിവാസന് സഹിക്കാൻ കഴിയുന്നില്ല. വിനീത് ശ്രീനിവാസൻ ഇന്നലെ ചെന്നൈയിലേക്കുള്ള വിമാനയാത്രയ്ക്കായി വിമാനത്താവളത്തിലേക്കുള്ള യാത്രയിലായിരുന്നു. അപ്പോഴാണ് അച്ഛൻ്റെ വിയോഗ വാർത്ത അറിയുന്നത്. ധ്യാൻ ശ്രീനിവാസൻ കോഴിക്കോട് ഒരു ചിത്രത്തിൻ്റെ ലൊക്കേഷനിലും. ഇരുവരും പെട്ടെന്ന് തൃപ്പൂണിത്തറയിലേക്ക് മടങ്ങി. മമ്മൂട്ടി കൊടുത്ത 2000 രൂപ കൊണ്ട് വിവാഹസാരി വാങ്ങി. തൻ്റെ വിവാഹത്തിന് മമ്മൂട്ടി എത്തരുത് എന്ന് ശഠിച്ചു ശ്രീനിവാസൻ. മമ്മൂട്ടി എത്തിയാൽ ഒരുപാട് ആളുകൾ ഓടിക്കൂടും, അത് വേണ്ട. കണ്ണൂരിലെ രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് 1984 ജനുവരി 13 ഇരുവരുടെയും വിവാഹം. ഒരു സിനിമാ കഥ പോലെയുള്ള വിവാഹവും തുടർന്നുള്ള ജീവിതവും. ഒരു ക്രിസ്ത്യാനി തന്ന 400 രൂപയും ഒരു മുസ്ലിം തന്ന 2000 രൂപയും കൊണ്ട് ഒരു ഹിന്ദു പെണ്ണിന്റെ കഴുത്തിൽ താലി ചാർത്തി എന്ന് ശ്രീനിവാസൻ പിന്നീട് പറഞ്ഞു. സംസാരിക്കുമ്പോഴൊക്കെ താനൊരു ഉത്തമ ഇടതുപക്ഷക്കാരനാണ് എന്ന് ശ്രീനിവാസൻ പറയും. എന്നാൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ നിന്ന് പിന്നീട് അദ്ദേഹം വഴിമാറി നടന്നു. താപ്പാനുകളുടെ നാട്ടിൽ ഈ കുഴിയാനയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് ശ്രീനിവാസൻ അതിന് മറുപടിയായി പറഞ്ഞത്. കോളേജിൽ പഠിക്കുമ്പോൾ പാട്യം ശ്രീനി എന്നറിയപ്പെട്ട ശ്രീനിവാസൻ അന്ന് കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. പിന്നീട് KSU, ABVP, 2020 അങ്ങനെ പ്രവർത്തിക്കാത്ത രാഷ്ട്രീയ മണ്ഡലങ്ങളില്ല. ബോധം വരുമ്പോൾ ഓരോന്നിലേക്ക് തിരിയുമെന്ന് ശ്രീനിവാസൻ പറയും. എങ്ങോട്ട് തിരിയണമെന്നറിയാത്ത ദാസനും വിജയനുമൊക്കെ മലയാള സിനിമയുടെ ഏറ്റവും ഉയരങ്ങളിലെത്തി. ഒടുവിൽ ശ്രീനിവാസൻ നമുക്കിടയിൽ നിന്ന് മടങ്ങുമ്പോൾ കണ്ണീര് തോരാതെ യാത്രയയക്കുകയാണ് കേരളം. ശ്രീനിവാസൻ വളർന്നതും ജീവിച്ചതുമൊക്കെ ഒരു സത്യസന്ധതയിലാണ്. ഞാനൊരു എഴുത്തുകാരനൊന്നുമല്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തിരക്കഥ എഴുതാൻ കഴിയുമെന്നും എനിക്കുറപ്പില്ല. പ്രിയദർശനോടും സത്യൻ അന്തിക്കാടിനോടുമൊക്കെ ശ്രീനിവാസന്റെ ആദ്യ ഡയലോഗുകൾ. എന്നാൽ അദ്ദേഹത്തിന്റെ തൂലികയിൽ നിന്ന് കേരളം കണ്ട ഏറ്റവും മനോഹരമായ തിരക്കഥകൾ പിറന്നു. മാസശമ്പളം കൊണ്ട് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന സാധാരണക്കാരുടെ ജീവിതം അദ്ദേഹം മനോഹരമായി വരച്ചിട്ടു. അതിൽ പരിഹാസമുണ്ട്, പ്രകോപനമുണ്ട്, ജീവിതത്തിൻ്റെ പൊരുത്തക്കേടുകളുണ്ട്, പോരാട്ടങ്ങളുണ്ട്. അദ്ദേഹത്തിന് ഇത്തരം തിരക്കഥകൾ വെറും കഥയായിരുന്നില്ല, പകരം ജീവിതമായിരുന്നു. സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുമ്പോൾ ശ്രീനിവാസന്റെ വീട്ടിലേക്ക് ആയിരങ്ങളാണ് ഒഴുകിയെത്തിക്കൊണ്ടിരുന്നത്. ഇന്ന് രാവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശനും ശ്രീനിവാസനെ കാണാനെത്തി. സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. പതിവ് ഡയാലിസിസിനായി കൊണ്ടുപോകുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ നില ഇന്നലെ വഷളായത്. ശ്രീനിവാസനെയും വഹിച്ചുള്ള ആംബുലൻസ് 8:15 തൃപ്പൂണിത്തറ താലൂക്ക് ആശുപത്രിയിലെത്തി. ജീവൻ നിലനിർത്താനുള്ള അവസാന ശ്രമങ്ങൾ. എന്നാൽ ശ്രീനിവാസൻ ഈ ഭൂമിയുമായുള്ള ബന്ധം അവസാനിപ്പിച്ചുവെന്ന് ഡോക്ടർമാർ വിധിയെഴുതി.
രാവിലെ 8:22 ശ്രീനിവാസന്റെ മരണം. അപ്പോഴേക്കും ഭാര്യ വിമലയും മകൻ ധ്യാനിന്റെ ഭാര്യ അർപ്പിതയും ആശുപത്രിയിലേക്ക് ഓടിയെത്തി. വാർത്ത കേരളത്തിൽ കാട്ടുതീ പോലെ പടർന്നു. തൊട്ടുപിന്നാലെ രമേഷ് പിഷാരടിയും രഞ്ജി പണിക്കരും സ്ഥലം MLA കെ ബാബുവും ആദ്യം ആശുപത്രിയിലെത്തി. പിന്നീട് 10:15 വീട്ടിലേക്ക്. വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും വീട്ടിലേക്ക് മടങ്ങി. 11 മണി കഴിഞ്ഞപ്പോൾ ധ്യാൻ ശ്രീനിവാസനെത്തി. അച്ഛനെ ഒരു നോക്ക് നോക്കിയപ്പോഴേ ധ്യാൻ പൊട്ടിക്കരഞ്ഞു. നൂറുകണക്കിന് ആളുകൾ അപ്പോൾ തന്നെ വീട്ടിലേക്ക് ഒഴുകിയെത്തിയിരുന്നു. അയൽക്കാരും കർഷകരും സിനിമാ പ്രവർത്തകരും അടക്കം സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ കണ്ടനാട്ട് വീട്ടിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരുന്നു. ഉച്ചയോടെ മമ്മൂട്ടിയും ഭാര്യ സുൽഫത്തും അവിടെ എത്തി. മൂത്ത മകനെന്ന നിലയിൽ വിനീതിനെ തോളിൽ തട്ടി മമ്മൂട്ടി ആശ്വസിപ്പിച്ചു. ശ്രീനിവാസന്റെ ഭാര്യയെ സുൽഫത്തും. തിരശ്ശീലയ്ക്കകത്തും പുറത്തും പതിറ്റാണ്ടുകൾ ഒരുമിച്ച് ജീവിച്ച പ്രിയ സുഹൃത്തിനെ യാത്രയയക്കുമ്പോൾ മമ്മൂട്ടി വിതുമ്പി. ഇതിനിടയിൽ കുഞ്ചനും സത്യനന്ദിക്കാട് മകൻ അനൂപുമൊക്കെ എത്തിക്കൊണ്ടിരുന്നു. 12:30 വീട്ടിൽ നിന്ന് ടൗൺ ഹാളിലേക്കുള്ള യാത്ര. താരസംഘടനയായ അമ്മയുടെ അംഗങ്ങളൊക്കെ ടൗൺ ഹാളിലേക്കെത്തി. നിരവധി സിനിമാ പ്രവർത്തകർ ഒഴുകിയെത്തിക്കൊണ്ടിരുന്നു. ഉച്ചകഴിഞ്ഞ് 12:45 പിണറായി വിജയനും മന്ത്രി രാജീവും ടൗൺ ഹാളിലേക്കെത്തി. പിന്നീട് രാഷ്ട്രീയ നേതാക്കളുടെ കുത്തൊഴുക്കായിരുന്നു. ഉച്ചകഴിഞ്ഞതോടെ ലാൽ, ബേസിൽ ജോസഫ് ഭാര്യ ഉണ്ണി മുകുന്ദൻ, സുരേഷ് കൃഷ്ണ, നിർമ്മാതാക്കളായ ആന്റണി പെരുമ്പാവൂർ, ആന്റോ ജോസഫ്, ഐശ്വര്യലക്ഷ്മി, പേളിമാണി തുടങ്ങിയവരൊക്കെ ടൗൺ ഹാളിലേക്കെത്തി. 2:30 മണിക്ക് തന്റെ ഏറ്റവും പ്രിയ സുഹൃത്തിന് വിട ചൊല്ലാനായി മോഹൻലാൽ എത്തുന്നു. മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിച്ച് ശ്രീനിവാസന്റെ മുഖത്തേക്ക് നോക്കുന്ന അപൂർവ ദൃശ്യം. പിന്നീട് മലയാളത്തിന്റെ മഹാനടന്മാർ അടുത്തടുത്ത കസേരയിലിരുന്നു, തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിനെ ഈ ഭൂമിയിൽ നിന്ന് യാത്രയയക്കുവാൻ. മറുവശത്ത് ജനം ഇടമുറിയാതെ ഒഴുകിയെത്തിക്കൊണ്ടിരുന്നു. മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ദുഃഖാർത്ഥമായ ഇരുപ്പിൽ അവിടെ എത്തിയ ജനസഹസ്രം കണ്ണീർ തൂകി. കേരളം ശ്രീനിവാസനെ യാത്രയയക്കുമ്പോൾ അത് മറ്റൊരു വലിയ സന്ദേശമാണ്. ജീവിതത്തിൽ ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്ത് കടന്നുപോയ ഒരു ചെറിയ മനുഷ്യൻ. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു പിഴവ്, കടുത്ത മദ്യപാനവും പുകവലിയും അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായി എന്ന് ഡോക്ടർമാർ പറയുന്നു. ഒരു ജാടയുമില്ലാതെ, പ്രത്യേകിച്ച് ആർഭാടങ്ങളും ആടയാഭരണങ്ങളുമില്ലാതെ ശ്രീനിവാസൻ നമുക്കിടയിൽ നിന്ന് മറ്റൊരു ലോകത്തേക്ക് കടന്നുപോകുന്നു. വിട. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.